നിവിൻ കിച്ചണിൽ നിന്ന് എന്തോ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആദ്യം നമ്മുടെ ആര്യനുമായിട്ടൊരു ചെറിയ വാഗ്വാദമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ തൊട്ട് പുറകെയാണ് അനീഷ് ആ വഴി വരുന്നത്. നിവിൻ കട്ട് ചെയ്യുന്നതിൽ നിന്ന് അനീഷ് എന്തോ എടുക്കാൻ ഒരുങ്ങിയപ്പോഴത്തേനും കയ്യെ കയറി പിടിച്ചുകൊണ്ട് നിവിൻ പറയുന്നുണ്ട്, ഡോണ്ട് ടച്ച്, വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളത് തനിയെ ഉണ്ടാക്കി കഴിക്കണം. അത് അനീഷ് ഏട്ടനായാലും ആരായാലും. അതെന്താ ഇപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അനീഷ്. അപ്പോൾ നിവിൻ പറയുകയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ എനിക്ക് വേണ്ടുന്നത് ഇപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണ് പതിവ്. സോറി കേട്ടോ, ഞാൻ ഉണ്ടാക്കുന്ന ഇപ്പോൾ ആർക്കും തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല. ആർക്ക് വേണമെങ്കിലും അവരവർക്ക് വേണ്ടുന്നത് സ്വന്തമായിട്ട് ഉണ്ടാക്കണം. ഇവിടെ 15 കിച്ചൺ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അനീഷ് ചോദിക്കുന്നുണ്ട്, അത് ഞാൻ ചോദിക്കട്ടെ, വൈകിട്ടത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പം നിവിൻ പറയുന്നുണ്ട്, വൈകിട്ടത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ തനിയെ ഉണ്ടാക്കണം, സ്വന്തമായിട്ട് ഉണ്ടാക്കണം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കെന്തായാലും ആരുടെയും വേണ്ട. ഇപ്പം ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് അനീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പം നിവിൻ പറയാണ്, എനിക്കറിഞ്ഞുകൂടാ, ഞാനിപ്പോൾ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് രുചിയുള്ള ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് എൻ്റെ കൂടെ നിന്നു. അനീഷ് സ്പഷ്ടമായിട്ട് മറുപടി പറയുന്നു, ഇല്ല, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചോളാം. അപ്പോൾ പറയുന്നുണ്ട്, കൈ കൊടുത്തിട്ട് സെറ്റ്. ഇപ്പോഴെങ്കിലും ബോധോദയം ഉണ്ടായല്ലോ എന്ന് അനീഷിനോട് നിവിൻ പറയുന്നുണ്ട്.